ചെല്ലാനത്ത് നിന്നൊരു വാർത്ത വരുന്നു. എറണാകുളത്ത് ചെല്ലാനത്ത് ചുഴലിക്കാറ്റിൽ 5 വീടുകൾ തകർന്നു. നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ആർക്കും പരിക്ക് പക്ഷേയില്ല. വീട് തകർന്നവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ഷബാസ് അഹമ്മദ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നോക്കൂ, ചുഴലിക്കാറ്റ് അടിച്ചിട്ടേക്കുന്നതാണ് വീട് തകർത്ത് തരിപ്പണമാക്കി. പലയിടത്തും മേൽക്കൂരയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് സംഭവിച്ചത് ഷബാസ് അഹമ്മദ്? എപ്പോഴായിരുന്നു ഈ ചുഴലിക്കാറ്റ് അടിച്ചത്? പരിക്കില്ലാഞ്ഞത് ആശ്വാസകരമായ കാര്യമാണ്. ചുഴലിക്കാറ്റടിച്ചപ്പോൾ വീടിനുള്ളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയോ? അവരിപ്പോൾ സുരക്ഷിതരാണോ? അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ ഒരു വലിയൊരു ചുഴലിക്കാറ്റ് ചെല്ലാനം ഭാഗത്ത് ഉണ്ടാകുന്നത്. ചെല്ലാനം കണ്ടക്കടവ് കാർത്തിയാനി അമ്പലത്തിന് പടിഞ്ഞാറ് വശമാണ് 5ഓളം വീടുകൾ തകർന്നിരിക്കുന്നത്. ഇന്നലെ വലിയ ഭീകര ശബ്ദത്തോടെയായിരുന്നു ഈ ചുഴലിക്കാറ്റ് ഉണ്ടായത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും എത്രത്തോളം വലിയ ചുഴലിക്കാറ്റാണ് ഇന്നലെ ഈ ഭാഗത്ത് വീശിയതെന്ന്. ഈ ചുഴലിക്കാറ്റ് അടിച്ചതിൽ 8ഓളം വീടുകൾ നിലവിൽ തകർന്നിട്ടുണ്ട്. അതാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത്. ഒപ്പം ഈ വീടുകളിലൊക്കെ ആളുകൾ രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അത് വലിയ ഭീതി ഇവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശബ്ദം കേട്ട് ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടിനകത്ത് രാത്രി കിടന്നുറങ്ങിയിരുന്ന റെജി ചേച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ചേച്ചി രാത്രി ശബ്ദം കേട്ട് ഈ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. ചേച്ചി, എന്താണ് സംഭവിച്ചത്? രാത്രി കാറ്റ് വന്നപ്പോൾ ഞാൻ ഒരു കണക്കിനാണ് അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ചാടിയത്. മണ്ണ് വന്ന് കണ്ണ് മൂടിപ്പോയി. എൻ്റെ മണ്ണ് വന്ന് എൻ്റെ കണ്ണ് മൂടിയിട്ട് വാതിൽ തുറക്കാൻ പറ്റാതെ ആയിപ്പോയി. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് വന്ന് എൻ്റെ തലയിൽ വീണ്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കണ്ണ് അടയ്ക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് എൻ്റെ മകളും കൊച്ചും കൂടി നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ചേച്ചി ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം? ഒറ്റക്കായിരുന്നു ഞാൻ ഇതിൻ്റെ അകത്ത് കിടന്നിരുന്നത്. ഒറ്റക്കായിരുന്നു. രാത്രി പെട്ടെന്ന് മണ്ണും പൊടിയൊക്കെ അടിച്ച് കയറി എല്ലാ ഷീറ്റും എല്ലാം തവിട് പൊടിയായി പോയി. അത് ഈ ശബ്ദം കേട്ടപ്പോൾ എന്തായിരുന്നു വിചാരിച്ചു? കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് ആക്കറിയാന്നും പറഞ്ഞ് പടപടാന്നുള്ള സ്വരമാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ തന്നെ വേഗം ചാടി പുറത്തായി. ഞാൻ പുറത്ത് ഓടാൻ ഇങ്ങനെ തുറക്കണേ മണ്ണ് വന്ന് എൻ്റെ കണ്ണും നിറഞ്ഞു. കല്ല് വന്ന് തലയിലും വീണു. ഈ ഷീറ്റുകളൊക്കെ പാറിപ്പോയില്ലേ? എല്ലാം പൊട്ടിപ്പോയി. എല്ലാം തകർന്നു പോയി. അരുൺകുമാർ, അതാണ് ഈ പ്രദേശത്താകെ വലിയ നാശനഷ്ടം ഈ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് തൊട്ടടുത്ത വീടുകൾ നോക്കിയാൽ കാണാം. ഇത്തരത്തിൽ വീടുകളുടെ ഓടുകളടക്കം വലിയ രീതിയിൽ പാറിപ്പോയിട്ടുണ്ട്. ഒപ്പം വീടുകളുടെ അകത്തും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ വൈദ്യുതി ലൈനുകളിലൊക്കെ പല മരങ്ങളും ഈ ഫ്ലെക്സുകളും ഒക്കെ വീണ് വലിയ വൈദ്യുതി തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റാനുള്ള നടപടികൾ അല്പനേരം മുമ്പാണ് KCBയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഇത്തരത്തിൽ വലിയൊരു ചുഴലിക്കാറ്റ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഈ പ്രദേശത്തെ ഈ ഒരു 2 കിലോമീറ്റർ പരിധിയിലുള്ള 8ഓളം വീടുകൾ, നമുക്ക് ചില വീടുകളുടെ അകത്തേക്ക് കയറിയാൽ അറിയാം. പുറത്തുനിന്ന് നോക്കിയാൽ വലിയ നാശനഷ്ടമെങ്കിലും ഒന്നും കാണില്ലെങ്കിലും പക്ഷെ അകത്ത് പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. നമുക്കിതാ ഇവിടെ ഒരു വീടുണ്ട്. ഈ വീടിന്റെ അകത്ത്, അതായത് ഈ വീടിന്റെ സീലിംഗ് മരം കൊണ്ടുണ്ടാക്കിയതാണ്. ഈ സീലിംഗ് പൂർണ്ണമായും തകർന്ന് ഇവിടെ താഴത്തേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഇന്നലെ രാത്രി. ഈ വീട്ടിലും ഇന്നലെ രാത്രി ആളുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ? ഞാനും 2 ആൺപിള്ളേരും കൂടി ഇവിടെ കിടക്കുകയായിരുന്നു. മോളും 4 മാസം പ്രായമുള്ള കൊച്ചും കൂടി ഇവിടെ കിടക്കുക. എന്തോ ഇനി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ സ്വരം കേട്ട ഞങ്ങൾ ചാടി എണീറ്റ്. വാതിൽ തുറക്കാനും പറ്റില്ല. അപ്പം ഇനി ഓർത്ത് വാതിലിൽ ഫ്രണ്ട് വീണിട്ടായിരിക്കും എന്നോർത്ത് പിന്നെ ഒരു കണക്കിന് വാതിൽ തെളിച്ച് വന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം കാറ്റായിരുന്നു അറിയണത്. ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. ഈ അപകടം പറ്റിയ ഭാഗത്ത് ആരെങ്കിലും കിടന്നിരുന്നോ? മൂത്ത മോനുണ്ടായിരുന്നു ഇവിടെ താഴ്ത്ത് കിടക്കുകയെന്ന് ബെഡിട്ടുണ്ട്. ഈ ശബ്ദം കേട്ടപ്പോൾ മാറി. ശബ്ദം കേട്ടാണ് ചാടി എണീറ്റ് ഞങ്ങളെല്ലാവരും വിളിച്ചു. ഞങ്ങളും അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. 1 മണി കഴിഞ്ഞക്ക് ശേഷമായിരുന്നു. അതാണ് അരുൺകുമാർ, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഈ വീടിന്റെ സീലിംഗ് അടക്കം അകത്തുനിന്ന് തകർന്ന് താഴേക്ക് വീണിരിക്കുകയാണ്. ഈ ഭാഗത്ത്, ഈ സീലിംഗ് തകർന്ന ഭാഗത്തടക്കം ആളുകൾ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്താണ് പുലർച്ചെ 2 മണിയോടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ശബ്ദം കേട്ടയുടൻ ആളുകളൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കുകളൊന്നും ഇല്ല എന്നത് വലിയ ആശ്വാസമാണ്. എന്തായാലും വീടുകൾ ഇനിയിപ്പോൾ പുനർനിർമ്മിച്ച് കൊടുക്കേണ്ടതുണ്ട്. അവരിപ്പോൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യരാണ്. താങ്ക് യു ഷബാസ്.